നമസ്കാരം. അമൃതാണ്. അനന്തൻ കാട്, ഡയറക്റ്റഡ് ബൈ GN കൃഷ്ണകുമാർ, റൈറ്റർ മുരളി ഗോപി. ഈ സിനിമയുടെ അനന്തൻ കാട് എന്ന് പറയുന്ന ഒരു പേരിൻ്റെ റെഫറൻസ് എനിക്ക് തോന്നുന്നു തമിഴ് മലയാളം കൾച്ചറൽ ബ്ലെൻഡുണ്ട്. അത് ഓവറോൾ തിരക്കഥയിലുണ്ട്, കഥാപാത്രങ്ങളിലുണ്ട്. പിന്നെ എല്ലാത്തിനും ഉപരി നമുക്ക് തിരുവനന്തപുരത്തുകാർക്ക് എവിടെയൊക്കെ ഒരു തമിഴ് കണക്ഷൻ ഉണ്ടെന്നുള്ളതിനെക്കുറിച്ചുള്ളത് വളരെ ഒരു സബ്റ്റിലായിട്ട്, അല്ലെങ്കിൽ ഒരു ലെയർ പോലെ കവി പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ആയിരിക്കാം ഈ ഒരു ജാഫ്ന ഇഷ്യൂ അല്ലെങ്കിൽ ഈ ഒരു തമിഴരുടെ പ്രശ്നങ്ങളും ഈ തിരുവനന്തപുരത്തെ കുറച്ച് കഥാപാത്രങ്ങളുമായിട്ടൊക്കെ ഉള്ള ഒരു കണക്റ്റ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് മുരളി ഗോപി ശ്രമിച്ചിരിക്കുന്നത്. ഇപ്പോൾ അണ്ണൻ തമിഴ് വാക്കാണ്. നമ്മൾ പൊതുവെ ബ്രദേഴ്സിനെ അണ്ണൻ എന്നാണ് വിളിക്കുന്നത്. പിന്നെ ഇതിനകത്ത് സിസ്റ്ററിനെ സ്പെസിഫിക് ആയിട്ട് അക്കൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ അക്ക എന്ന് പറയുന്നത് ശരിക്കും തമിഴ് വാക്കാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൊരു കൾച്ചറൽ ബ്ലെൻഡിൻ്റെ ഒരു സംഭവം ഇതിനകത്ത് മുരളി ഗോപി കോട്ട് ചെയ്തിട്ടുണ്ട്. അതങ്ങനെ ഒരു ലെയറായിട്ട് പറഞ്ഞു വെച്ചതാണോ അതോ എനിക്കിനി അത് കണ്ടപ്പോൾ തോന്നിയതാണോ എന്നറിയത്തില്ല. പിന്നെ അദ്ദേഹത്തിൻ്റേതായിട്ടുള്ളൊരു സിഗ്നേച്ചർ പൊളിറ്റിക്കൽ വലിച്ചു കീറൽ ഈ സിനിമയ്ക്കകത്തുകൊണ്ട്. അത് പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ടാർഗറ്റഡ് ആയിട്ടൊന്നുമല്ല. പുള്ളി ജനറലായിട്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും ഒരുപോലെ വിമർശിക്കുന്ന രീതിയിലാണ് ഈ ഒരു സിനിമയിൽ എഴുതി വച്ചിരിക്കുന്നത്. മലയാളത്തിലും തമിഴിലും ഒരേപോലെ സക്സസ് ആവണമെന്നുള്ള നിലയിൽ എടുത്തിരിക്കുന്ന സിനിമയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ഹെവി കാസ്റ്റിങ്, ഇതിൻ്റെ സെറ്റൊക്കെ ആയിരുന്നാലും ഒരു ഹെവി ബിഗ് ബഡ്ജറ്റ് മൂവിയാണിത്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ലുക്ക് ഒരു ഗ്ലിംസൊക്കെ വന്നപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചത് ഒരു ലിമിറ്റഡ് ആണ്. പക്ഷേ ഇതിനകത്ത് ആര്യ ത്രൂ ഔട്ട് അഭിനയിക്കുന്ന ഒരു മൂവിയാണ്. ആര്യയ്ക്ക് ഇപ്പോൾ തമിഴിൽ അങ്ങനെ മൂവീസൊന്നും ഇല്ലെന്ന് തോന്നുന്നു. എങ്കിലും തമിഴിലൊരു സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു ആക്ടറാണ് ആര്യ. അപ്പോൾ അതുകൊണ്ട് തന്നെ മൂവി മലയാളത്തിലും തമിഴിലും ഒരേപോലെ കോൺസെൻട്രേറ്റ് ചെയ്തെടുത്തിരിക്കുന്ന സിനിമയാണ്. ഈ നടന്ന സംഭവങ്ങൾ ഒരു ഫിക്ഷണൽ രീതിയിൽ ഒരു കഥയ്ക്കകത്ത് ബ്ലെൻഡ് ചെയ്യുന്നതിൽ മുരളി ഗോപിക്ക് ഒരു പ്രത്യേക സ്കില്ലാണ്. അപ്പോൾ ആ ഒരു സാധനം ഇതിനകത്തും വർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ സിനിമ തുടങ്ങുന്നത് തന്നെ ശ്രീലങ്കയുടെ ടോപ്പ്, അതായത് ഏറ്റവും കൂടുതൽ തമിഴ് വംശജരുള്ള ജാഫ്ന എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ ചരിത്രത്തിൽ ഈ തമിഴ് വംശജർ അവരുടെ ഒരു ചെറുത്തുനിൽപ്പും ഹിസ്റ്ററിയിലുണ്ട്. സെയിം ടൈം ശ്രീലങ്കൻ ഗവൺമെൻറ് അവരോട് ചെയ്ത ഒരു അട്രോസിറ്റി അതും നമുക്കറിയുന്നൊരു കാര്യമാണ്. അപ്പോൾ ഈ സംഭവത്തിനെ കണക്ട് ചെയ്ത് ഒരു കഥാപാത്രത്തിനെ ഉണ്ടാക്കിയെടുത്തിട്ട് ആ കഥാപാത്രത്തിനെയും അതുപോലെ തിരുവനന്തപുരത്ത് ഉള്ള ഒരു ചെറിയൊരു ഗുണ്ട സെറ്റപ്പ്, അപ്പോൾ ഈ രണ്ട് സംഭവം ഇങ്ങനെ പാരലലി എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് രണ്ടും കൂടെ കൊണ്ടുവന്ന് കണക്ട് ചെയ്ത് പിന്നീടാണ് സിനിമ അങ്ങോട്ട് മുന്നോട്ട് പോകുന്നത്. ആ ഒരു സംഭവം ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു. കാരണം അതിനകത്തൊരു ത്രില്ലർ എലിമെൻ്റ് ഉണ്ട്. കാരണം ഇതിനി എന്താണ് സംഭവിക്കാൻ പോകണമെന്നുള്ളത് നമുക്ക് ഭയങ്കര ഒരു ആകാംക്ഷ ജനിപ്പിക്കും. പിന്നെ ഈ ഫസ്റ്റ് സീനിലുള്ള തമിഴരോടുള്ള അട്രോസിറ്റി ആയിരുന്നാലും അത് ഭയങ്കര ഹെവി വയലൻസ് ആണ്. ആ ഭാഗങ്ങളൊക്കെ നല്ല ഗംഭീരമായിട്ട്, അതായത് സിനിമയുടെ ആ ഒരു കിക്ക് സ്റ്റാർട്ട് തന്നെ ഗംഭീരമായിട്ടാണ്. അപ്പോൾ ഫസ്റ്റ് സീനിൽ തന്നെ ആര്യനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതായിരുന്നാലും ആര്യയുടെ ആ ഒരു സ്ക്രീൻ പ്രസൻസും ആ സ്വാഗും ഒക്കെ ശരിക്കും ഒരു തമിഴ് മൂവി കാണുന്ന ഒരു ഫീൽ ഉണ്ടാക്കുന്നുണ്ട്. ഞാനിത് എടുത്തു പറയാൻ കാരണം അത്രയും നല്ല ഹൈ പ്രൊഡക്ഷൻ ക്വാളിറ്റിയും കൂടെ ഈ മൂവിക്ക് ഉള്ളതുകൊണ്ടാണ്. പിന്നീട് നമ്മുടെ നാട്ടിൽ നടക്കുന്ന സംഭവങ്ങൾ, ഇപ്പോൾ ഇതെല്ലാം ഒരു കാലഘട്ടം കുറച്ച് ബാക്കിലോട്ടുള്ളൊരു കാലഘട്ടമാണ്. അപ്പോൾ ആ കാലഘട്ടം ത്രൂ ഔട്ട് മൂവിക്കകത്ത് ആ ഒരു കൊടുത്തിരിക്കുന്ന സിനിമയ്ക്ക് ഓവറോൾ സെറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു കളർ ടോണായിരുന്നാലും ഓവറോൾ പ്രൊഡക്ഷൻ ഡിസൈൻ ആയിരുന്നാലും എല്ലാം നല്ല കൺവിൻസിങ് ആണ്. അപ്പോൾ അത് തന്നെ ഒരു ഗംഭീര പണിയാണ്. കാരണം ഇത്രയും വലിയൊരു ക്യാൻവാസ് പോലെ എടുത്തു വയ്ക്കുന്ന ഒരു സിനിമയ്ക്കകത്ത് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പാളിക്കഴിഞ്ഞാൽ അതെല്ലാം സിനിമയുടെ ഒരു ടോട്ടാലിറ്റിയെ ബാധിക്കും. പിന്നെ ഇതിനകത്തുള്ള ഫൈറ്റ് സീക്വൻസുകളെല്ലാം ഗംഭീരമാണ്. പിന്നെ ഇതിനകത്തുള്ള മലയാളം ക്യാരക്ടേഴ്സ് ആയിരുന്നാലും പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ഇന്ദ്രൻ സേറിൻ്റെയൊക്കെ ഒരു പവർ. പുള്ളി ഓൾറെഡി ഇത്തരത്തിലുള്ള വില്ലൻ കഥാപാത്രങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതൊരു വില്ലൻ അല്ല എങ്കിലും ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണിത്. പിന്നെ മുരളി ഗോപിയുടെ പറയേണ്ടതില്ല, അദ്ദേഹത്തിൻ്റെ ഒരു സ്ക്രീൻ പ്രസൻസ് ഭയങ്കര ഹെവിയാണ്. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ആ ഒരു ലൗഡ് വോയിസ് അത് തന്നെ ഭയങ്കര സ്ട്രോങ് ആണ്. ബാക്കി ഒത്തിരി ആക്ടേഴ്സ് ഉണ്ട്, എല്ലാവരും അവരവരുടെ ക്യാരക്ടേഴ്സ് ബെറ്ററായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരുപാട് ഫൈറ്റ് സീക്വൻസുകളായിരുന്നാലും ഒരുപാട് സീൻ എലിവേഷൻസ് ഉണ്ട്. അവിടെയൊക്കെ നമ്മുടെ കാന്താരയിലൊക്കെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിരിക്കുന്ന അജിനേഷ് ലോക്നാഥാണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിരിക്കുന്നത്. അത് നമുക്ക് തുടക്കം മുതൽ തന്നെ അതിൻ്റെ ആ ഒരു എഫക്റ്റ് നന്നായിട്ട് തിയേറ്ററിൽ കിട്ടും. പല ഫൈറ്റ് സീക്വൻസുകളായിരുന്നാലും ആ ഒരു സീൻ എലിവേഷൻസിലൊക്കെ അദ്ദേഹത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ വേറെ ലെവലാണ്. ഒന്ന് വെസ്റ്റേൺ ആയിട്ടുള്ള പെടപ്പൊന്നുമല്ല, മറിച്ച് ആ ഒരു കാലഘട്ടം, ആ ഒരു കൾച്ചർ ഇതെല്ലാം ബ്ലെൻഡ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഒരു സ്കോറ്. അത് തന്നെ സിനിമയ്ക്കൊരു ഭയങ്കര ഒരു പവർ കൊടുക്കുന്നുണ്ട്. പിന്നെ സെക്കൻഡ് ഹാഫിൽ വന്നപ്പോഴത്തേക്ക് എനിക്ക് ഫീൽ ചെയ്തത് കുറച്ചൊന്ന് സിനിമ അങ്ങ് ഫ്ലാറ്റായി. അതായത് ആദ്യത്തെ ഫസ്റ്റ് ഹാഫിൽ ഉണ്ടാക്കിയെടുത്ത ഒരു എക്സൈറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ത്രില്ലർ ഫാക്ടർ എവിടെയൊക്കെയോ സെക്കൻഡ് ഹാഫിൽ വന്നപ്പോഴത്തേക്ക് ലൂസ് ചെയ്തത്. സിനിമയിൽ ഇങ്ങനെയൊക്കെ ആയിരിക്കും പോകണമെന്നുള്ള നമുക്കൊരു പ്രഡിക്റ്റബിൾ ആയെങ്കിൽ മാറിപ്പോയി. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഫീൽ ചെയ്തു. പിന്നെ ഇതിനകത്തുള്ള VFXും പരിപാടികളൊക്കെ ടോപ്പ് നോച്ചാണ്. അപ്പോൾ ഓവറോൾ ഒരു ഗംഭീര തിയേറ്റർ
തിയേറ്റർ എക്സ്പീരിയൻസ് ഈ സിനിമ ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊരു ടോട്ടൽ തിയേറ്റർ സ്റ്റഫ് കിട്ടി. അതുകൊണ്ട് തന്നെ എനിക്ക് സിനിമ വർക്കായി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഔട്ട് ഓഫ് 10 ഒരു 9 റേറ്റ് ചെയ്യുന്നു. അപ്പോൾ എന്തായാലും മറ്റൊരു സിനിമ വിശേഷമായിട്ടോ അല്ലെങ്കിൽ ഒരു ബ്ലിസ്ഫുൾ സ്റ്റോറി ആയിട്ടോ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു ഫോർ സപ്പോർട്ടിങ് മീ.